Namaste all students. Last class discussed about the topic the planet and our natural satellite moon. Did you all learn well? Okay. Today discuss about the celestial body, other celestial bodies such as asteroid and meteoroid. All of you please listen. Asteroids and meteoroids. ഇപ്പം നമ്മൾ പഠിച്ചത് സോളാർ സിസ്റ്റത്തെ കുറിച്ചാണ് അല്ലേ? എല്ലാവരും മനസ്സിലായെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. സോളാർ സിസ്റ്റം എന്താ? സോളാർ സിസ്റ്റം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒന്ന് പറഞ്ഞേ. സൺ, പിന്നെ പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ് and some other celestial bodies called solar system. സൂര്യന് പ്ലാനറ്റ്സ്, എത്ര പ്ലാനറ്റ്സ് ഉണ്ട്? 8 പ്ലാനറ്റ്സ് അല്ലേ? അപ്പം സൂര്യൻ 8 പ്ലാനറ്റ്സ്. അതേപോലെ തന്നെ സം അതർ സെലസ്റ്റിയൽ ബോഡീസ്. നമ്മൾ അതർ സെലസ്റ്റിയൽ ബോഡിക്കകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഏതിനെ കുറിച്ച്? പേരുകൾ ആസ്ട്രോയിഡ്സ് ആൻഡ് മെട്രോയിഡ്സ് അല്ലേ? അസ്ട്രോയിഡ് ബെൽറ്റ് ഒക്കെ ടീച്ചർ കാണിച്ചായിരുന്നു അല്ലേ? അപ്പം അസ്ട്രോയിഡ് അതർ സെലസ്റ്റിയൽ ബോഡിക്കകത്ത് ഉൾപ്പെടുന്ന 2 പാർട്ടാണ് ആസ്ട്രോയിഡ്സ് ആൻഡ് മെട്രോയിഡ്സ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ് ആസ്ട്രോയിഡ്സ് ആൻഡ് മെട്രോയിഡ്സ്. ഒന്ന് ശ്രദ്ധിച്ചേ, എന്താണ്? വാട്ട് ഈസ് ആസ്ട്രോയിഡ്സ്? ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നത് ടൈനി ബോഡീസ് ഫൗണ്ട് ബിറ്റ്വീൻ ദ ഓർബിറ്റ് മാസ് ആൻഡ് ജൂപ്പിറ്റർ. നോക്കിക്കേ, എന്താണ്? ടൈനി ബോഡീസ് ഫൗണ്ട് ബിറ്റ്വീൻ ദ മാസ് ആൻഡ് ജൂപ്പിറ്റർ. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ അതിന്റെ പിക്ചർ കാണിച്ചായിരുന്നു. മാസിനും ജൂപ്പിറ്ററിനും ഇടയ്ക്ക് വരുന്ന പാർട്ടാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ആ കാണുന്ന ചെറിയ ടൈനി ബോഡീസ് ആണ് ഏതിനിടയിൽ വരുന്നത്? മാസിനും ജൂപ്പിറ്ററിനും ഇടയിൽ വരുന്നതാണ് ആസ്ട്രോയിഡ് എന്ന് പറയുന്നത്. Apart from the stars, planet and satellite, there are numerous tiny bodies which also move around the sun. കണ്ടോ? ഒരുപാട് ചെറിയ ടൈനി ബോഡീസ്. എന്താണ്? എ പാർട്ട് ഓഫ് ദ സ്റ്റാർസ്. സ്റ്റാർസ്, പ്ലാനറ്റ് ആൻഡ് സാറ്റലൈറ്റ് ആർ. അതിന്റെ ഇടയിലൊക്കെ എന്തുണ്ട്? ഒരുപാട് ടൈനി ബോഡീസ് ഉണ്ട്. ടൈനി ബോഡീസ്. ഈ ടൈനി ബോഡീസ് എന്തിനെ വലം വെക്കുന്നുണ്ട്? മൂവ് അറൗണ്ട് ദ സൺ. സണ്ണിനെ വലം വെക്കുന്നുണ്ട്. ദീസ് ബോഡീസ് ആർ കോൾഡ് ആസ്ട്രോയിഡ്സ്. ഇതിനാണ് ഈ സൂര്യനെ വലം വെക്കുന്ന ഈ ടൈനി ബോഡീസിന് പറയുന്നതാണ് ആസ്ട്രോയിഡ്സ്. മനസ്സിലായല്ലോ? അപ്പൊ എന്താ? ഒന്നുകൂടെ പറയാം. Apart from the stars, planet and satellite, there are numerous tiny bodies which also move around the sun. These bodies are called asteroid. ഈ ടൈനി ബോഡി, സൂര്യനെ വലം വെക്കുന്ന ഈ ടൈനി ബോഡീസിനെല്ലാം പറയുന്ന പേരാണ് ആസ്ട്രോയിഡ് എന്ന് പറയുന്നത്. ആസ്ട്രോയിഡ് നമ്മൾ എവിടെയാണ് ഫൗണ്ട്? മാസ് ആൻഡ് ജൂപ്പിറ്റർ. മനസ്സിലായല്ലോ? മാസിനും ജൂപ്പിറ്ററിനും ഇടയിൽ കാണുന്നതാണ് ആസ്ട്രോയിഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അതർ സെലസ്റ്റിയൽ ബോഡീസ്. മറ്റ് സെലസ്റ്റിയൽ ബോഡീസിനകത്ത് ഉൾപ്പെടുന്ന മറ്റേതാണ് ആസ്ട്രോയിഡ്. അതേപോലെ തന്നെ അടുത്ത സെലസ്റ്റിയൽ ബോഡിക്കകത്ത് ഉൾപ്പെടുന്ന പാർട്ടാണ് മെട്രോയിഡ്സ്. What do you mean by metroids? എന്താണ് മെട്രോയിഡ്സ് എന്ന് പറയുന്നത്? The small pieces of rocks which move around the sun. എന്താ മെട്രോയിഡ്? The small pieces of rocks. റോക്സിന്റെ ചെറിയ പീസസ് ആണ് അല്ലെ? ചെറിയ പീസസ് ആണ്. എന്തിനെ വലം വെക്കുന്നുണ്ട്? മൂവ് അറൗണ്ട് ദ സൺ. സൂര്യനെ വലം വെക്കുന്ന ആ ചെറിയ റോക്ക് പീസസിനെയാണ് മെട്രോയിഡ് എന്ന് പറയുന്നത്. സൂര്യനെ വലം വെക്കുന്ന ചെറിയ റോക്ക് പീസസ്.
അല്ലെ? ആ റോക്ക് പീസസിനാണ് മെട്രോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അസ്ട്രോയിഡ് ടൈനി ബോഡീസ് ആണ് അല്ലെ? ടൈനി ബോഡീസ് മൂവ് അറൌണ്ട് ദ സൺ ആൻഡ് മെട്രോയിഡ് ദ സ്മോൾ പീസസ് ഓഫ് റോക്ക് മൂവ് അറൌണ്ട് ദ സൺ. അപ്പൊ അങ്ങനെ ഡിഫറൻസ് നോക്കി വേണം പഠിക്കാൻ, അല്ലാതെ അർത്ഥം മനസ്സിലാക്കാതെ നിങ്ങൾ പഠിക്കരുത്. അസ്ട്രോയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ടൈനി ബോഡീസ് മൂവ് അറൌണ്ട് ദ സൺ, ചെറിയ ടൈനി ബോഡീസ്. അപ്പൊ മെട്രോയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്മോൾ പീസസ് ഓഫ് റോക്സ് അല്ലെ? സ്മോൾ പീസസ് ഓഫ് റോക്ക് മൂവ് അറൌണ്ട് ദ സൺ. ഇതാണ് മെട്രോയിഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സംടൈം ദീസ് മെട്രോയിഡ് കം നിയർ ദ എർത്ത് ആൻഡ് ടെൻഡ് ടു drop upon it. During this process, due to frictions with air, they get heated and burned. ചില സമയത്ത് ഇത് ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ എന്താണെന്ന് അറിയാമോ? ഈ റോക്സ് ഒക്കെ ചെറിയ റോക്സ് ഒക്കെ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഭൂമിയിലെ സൂര്യന്റെ കടുത്ത ചൂട് നിമിത്തം ഈ റോക്സ് ഒക്കെ എന്ത് ചെയ്യും? അങ്ങ് പോവും, ഉരുകിപ്പോവും, കത്തിപ്പോവും, ബേൺ ആയിട്ട് പോവും ഇല്ലേ? അപ്പം ആ ഒരു വലിയ റോക്സ് ഒന്നും നമ്മുടെ ആ ഭൂമിയിലേക്ക് ഡയറക്റ്റ് പതിക്കുന്നില്ല അല്ലെ? നമ്മുടെ ഭൂമിയിലെ, നമ്മുടെ എർത്തിന്റെ ഫ്രിക്ഷൻ കൊണ്ട്, അതേപോലെ സൂര്യന്റെ ചൂട് കൊണ്ട് ഈ ചെറിയ റോക്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബേൺ ആയി പോകുന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? അല്ലെങ്കിൽ എന്താ? ഇതൊക്കെ ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മുടെ അത്രയും അതൊക്കെ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ നമുക്ക് നാശം സൃഷ്ടിക്കും അല്ലെ? അപ്പം ഇതാണ് ആസ്ട്രോയിഡ് ആണ്. ഇത് സെലസ്റ്റിയൽ ബോഡീസിലെ അതർ സെലസ്റ്റിയൽ ബോഡീസ് ആണ്. ഏതൊക്കെയാണ്? ആസ്ട്രോയിഡ്സ് ആൻഡ് മെട്രോയിഡ്സ്. ആസ്ട്രോയിഡ് എന്ന് പറയുമ്പോൾ ആസ്ട്രോയിഡ് the tiny bodies move around the sun, that is asteroid, and found Mars and Jupiter. മാർസിനും ജൂപ്പിറ്ററിനും ഇടയിലാണ് ഇതിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മെട്രോയിഡ്സ്. മെട്രോയിഡ്, that means small piece of rocks move around the sun, is metroid. മനസ്സിലായല്ലോ ഇതിന്റെ ഡിഫറൻസ്? അപ്പൊ സെലസ്റ്റിയൽ ബോഡീസിൽ ഉൾപ്പെട്ട രണ്ട് ഭാഗമാണ്. അപ്പൊ അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾ 7th പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഇതപ്പോൾ ഓർത്തിരിക്കണം, നമ്മൾ പഠിച്ച ഭാഗം അല്ലെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ സെലസ്റ്റിയൽ ബോഡീസിലെ 2 parts ആണ് ആസ്ട്രോയിഡ്സ് ആൻഡ് മെട്രോയിഡ്. ദാറ്റ് മീൻസ് ടൈനി ബോഡീസ് മൂവ് അറൌണ്ട് ദ സൺ is asteroid and small pieces of rocks move around the sun, metroid. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കിക്കേ, do you see a whitish broad band like a white glowing path across the sky on near stirring night? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഒരു വെള്ള വൈറ്റിഷ് ബ്രോഡ് ബാൻഡ് അല്ലെ? ടീച്ചർ നിങ്ങൾക്ക് കാണാമല്ലോ. കണ്ടോ? ആ പിക്ചറിനകത്ത് ഒരു വൈറ്റിഷ് ബ്രോഡ് ബാൻഡ് കണ്ടോ? വെള്ള ഒരു ബാൻഡ് പോലെ ഒരു ഇത് കാണാം അല്ലേ? അത് എന്താന്ന് നോക്കിയേ. ആൻഡ് ഇറ്റ് ഈസ് ക്ലസ്റ്റർ ഓഫ് മില്യൺസ് ഓഫ് സ്റ്റാർസ് അല്ലേ? ഒരുപാട് സ്റ്റാർസിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. ദിസ് ബാൻഡ് ഈസ് മിൽക്കി വേ ഗാലക്സി. ഈ വൈറ്റ് ബാൻഡ് ആണ് ഏതെന്ന് പറയുന്നത്? മിൽക്കി വേ ഗാലക്സി എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? Which is the name of our galaxy? Milky Way. അല്ലേ? Our solar system is a part of this galaxy. ഈ ഗാലക്സിയിൽ ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സോളാർ സിസ്റ്റം. In ancient India, it was imagined to a river of night flowing the sky. പണ്ട് കാലത്ത് നമ്മൾ നദിയിൽ നിന്നുമൊക്കെ ആകാശത്തേക്കൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ആകാശത്തെ ഇങ്ങനെ ഫ്ലോയിങ് ഇൻ ദ സ്കൈ കാണാൻ സാധിക്കുമായിരുന്നു. ദസ് ഇറ്റ് വാസ് നെയ്മഡ്. അന്ന് ആൾക്കാരൊക്കെ പറയുമായിരുന്നു എന്താ ഇത് ആകാശഗംഗ എന്നൊക്കെ പറയുമായിരുന്നു അല്ലേ? ആൻഡ് എ ഗാലക്സി എന്ന് പറയുന്നത് എ ഗാലക്സി ഈസ് എ ഹ്യൂജ് സിസ്റ്റം ഓഫ് ബില്യൺ ഓഫ് സ്റ്റാർസ് ആൻഡ് ക്ലൗഡ്സ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസസ്. ഗാലക്സിയിൽ എന്തുണ്ട്? ബില്യൺസ് ഓഫ് സ്റ്റാർസ്. നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്തത്രയും സ്റ്റാർസ് ഉണ്ട്. അതേപോലെ മേഘങ്ങള്, ഡസ്റ്റ്, ഗ്യാസസ് ഒരുപാടുണ്ട്. there are million of such galaxies that make universe. ഇതെല്ലാം കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? യൂണിവേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ പറഞ്ഞത് ആ വൈറ്റ് ബ്രോഡ് ബാൻഡ് ആണ്. ആ വൈറ്റ് ബ്രോഡ് ബാൻഡ് എന്ന് പറയുന്നതാണ് ഏത്?
ഗാലക്സി അല്ലെങ്കിൽ മിൽക്കി വേ ഗാലക്സി എന്ന് പറയുന്നത്. അവർ സോളാർ സിസ്റ്റം ഈസ് എ പാർട്ട് ഓഫ് ദിസ് ഗാലക്സി. സോളാർ സിസ്റ്റം ഈ ഗാലക്സിയിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ. ഗാലക്സിയിൽ എന്തുണ്ട്? എ ഗാലക്സി is a huge system of billion of stars and clouds of dust and gases. നോക്കിക്കേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ടീച്ചർ ഒരു ചാർട്ട് കാണിക്കുകയാണ്. എന്താ? മേക്ക് എ ചാർട്ട് ഷോയിങ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പ്ലാനറ്റ് ഫ്രം ദ സൺ. അല്ലേ, നമ്മൾ പഠിച്ചത് വെച്ച് ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് കംപ്ലീറ്റ് ആണ്. അപ്പം നമ്മൾ പഠിപ്പിച്ചത് വെച്ചിട്ട് നമുക്ക് ആ ഡിസ്റ്റൻസ് ഒന്ന് പഠിക്കാം. എന്താ ഈ ചാർട്ടിൽ പറയുന്നത്? ദ ഡിസ്റ്റൻസ് ഓഫ് ദ പ്ലാനറ്റ്സ് ഫ്രം ദ സൺ അല്ലേ. സൂര്യനിൽ നിന്നും പ്ലാനറ്റിലേക്കുള്ള ദൂരം നിങ്ങൾ മനസ്സിലാക്കി ഇരിക്കുക അല്ലെ, മനസ്സിലാക്കി വെക്കുക. ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഇതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് 7th വരുമ്പോ. അപ്പൊ നോക്കാം, ഫസ്റ്റ് നമ്മുടെ പ്ലാനറ്റ് ഏതാണ്? ഫസ്റ്റ് മെർക്കുറി ഇല്ലേ. ഫസ്റ്റ് പ്ലാനറ്റ് മെർക്കുറി ആണ്. മെർക്കുറിക്ക് എന്താണ്? സൂര്യനിൽ നിന്നും മെർക്കുറിയുടെ ദൂരം എന്ന് പറയുന്നത്, ഇവിടെ ഡിസ്റ്റൻസ് കാണിച്ചിരിക്കുന്നത് മില്യൺസ് കിലോമീറ്റേഴ്സിലാണ്. അപ്പം മെർക്കുറി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 58. എത്ര ദിവസം വേണം സൂര്യനെ വലം വയ്ക്കാൻ? 88 days. മെർക്കുറി 58 കിലോമീറ്റേഴ്സ് ആണ്. മില്യൺ കിലോമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഡിസ്റ്റൻസ് കാണിച്ചിരിക്കുന്നത്. അപ്പം എത്രയാന്ന് നോക്കിയാൽ മെർക്കുറി 58 പീരിയഡ്സ് 88 days. സൂര്യനെ വലം വയ്ക്കാൻ 88 ദിവസം എടുക്കും. നെക്സ്റ്റ് സെക്കൻഡ് വീനസ്. വീനസ് നോക്കാം, ഡിസ്റ്റൻസ് 107 പീരിയഡ്സ് 255 days. Next, Earth. Earth distance 150 periods 365 days. സൂര്യനെ വലം വയ്ക്കാൻ 365 days. Next, 4, Mars. Mars distance 227 periods 687 days. 5th, Jupiter. Jupiter distance 773 periods 12 years. 12 വർഷം വേണം റൊട്ടേറ്റ് ചെയ്ത് വരാൻ. അടുത്തത് 6, Saturn. Saturn 1480 29 years. 29 വർഷം. 7th planet Uranus. Uranus distance 2853 period 84 years. Last 8, Neptune. Neptune 4469 164 years. ഇല്ലേ, ഇതാണ് നെപ്റ്റ്യൂൺ ആണ് ഏറ്റവും കൂടുതൽ വർഷം സൂര്യനെ വലം വയ്ക്കും. 164 വർഷം വേണം അത് കംപ്ലീറ്റ് ആയിട്ട് വരാൻ. അപ്പൊ ഇതാണ് ഡിസ്റ്റൻസ് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ നോട്ട്ബുക്കില് നിങ്ങൾ ഈ ഡിസ്റ്റൻസ് ഓഫ് ദ പ്ലാനറ്റ് ഫ്രം ദ സണ്ണിന്റെ ഈ ചാർട്ട് വരച്ച് എഴുതി വെക്കുക. മനസ്സിലായല്ലോ? ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ ഫ്രണ്ടിൽ തന്നെ, നമ്മൾ നോട്ടൊക്കെ ടീച്ചർ തരുന്നില്ലേ, ആ നോട്ടിൽ തന്നെ ഈ ഡിസ്റ്റൻസ് ഓഫ് ദ പ്ലാനറ്റ്സ് വരച്ച് വെക്കുക. എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം? ഈ ചാർട്ട് വരയ്ക്കുക, വരച്ച് പഠിക്കുക. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നമസ്തേ.